അതിഥിയായിരിക്കുന്ന മാസം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥി ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രസംഗത്തിൽ വലിയ ഒരു സ്വപ്നം, വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി മഹല്ലുകളിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ തങ്ങളൊക്കെ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു പങ്കാളിത്തത്തിൻ്റെ കുറവ് ആ വാക്കുകളിൽ നമുക്ക് നിയമിച്ച് കാണാൻ കഴിയും. അത് സ്വാഭാവികമാണ്. ഒരു സംഘാടകനെ സംബന്ധിച്ചിടത്തോളം രാവും പകലുമില്ലാതെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ മനസ്സിൻ്റെ കൂടെ നിൽക്കാതിരിക്കുമ്പോഴുള്ള ഒരു വിഷയം ഏതായിരുന്നാലും സാരല്ല. നമ്മൾ ഒരുപാട് കുട്ടികൾ നടത്തിയിട്ടുണ്ടില്ല. നമുക്ക് നിരന്തരമായി ഇതുപോലെയുള്ള പരിപാടികൾ കൊടുക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഗുണം എന്ത് എന്നുള്ളത്, എന്തിനാണ് ഈ വിളിക്കുന്നത്, എന്തിനാണ് ഞങ്ങൾ വരുന്നത് എന്നതൊരു അനുഭവത്തിലൂടെ ബോധ്യപ്പെടും. ഖുർആൻ പറഞ്ഞത് വസ്അലു വഹിലത്തിക്ക് ഇൻകുന്തുമില്ല കഴിയുമെന്നാണ്. വസ്അലു വഹിലത്തിക്ക്, നിങ്ങൾ വിവരമുള്ളോട് ചോദിക്കുക. ഇൻകുന്തുമില്ല കഴിയുന്നു, എല്ലാ കാര്യത്തിലും നമുക്ക് വിവരം കൈക്കൊള്ളുന്നില്ലല്ലോ. എനിക്കൊക്കെ അറിയാം എന്ന ധാരണയാണ് പലപ്പോഴും ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം. എനിക്കൊക്കെ അറിയാം അതിൻ്റെ മുന്നിൽ എവിടെ ചേർക്കേണ്ടത്, എന്തൊക്കെയാണ് കോഴ്സ് എന്നുള്ളത്. പക്ഷേ ഇപ്പം ഖുർആൻ എതിരുള്ളത്, ഖുർആൻ പറഞ്ഞത് നമുക്കാരും പൂർണ്ണരല്ല. അപ്പം മതപരമായ വിഷയത്തിൽ ഞാൻ പൂർണ്ണനല്ല. അപ്പം ഞാൻ എന്തിനേക്കാൾ നേരെയുള്ള ആളുകളോട് ഞാൻ അന്വേഷിക്കണം, ചോദിക്കണം, വിനയം കാണിക്കണം. ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീടിനെ കുറിച്ച് നല്ല പരിചയമുള്ള എഞ്ചിനീയർ ഇപ്പോൾ തങ്ങളോട് പോയി തങ്ങളൊരു എഞ്ചിനീയറാണ് കോൺട്രാക്ടറാണ്, തങ്ങളെ എനിക്കൊരു വീട് വേണം, 5 സെന്റ് സ്ഥലത്തിലാണ്, അതിൽ ഒതുങ്ങിയത് വേണമെന്ന് തങ്ങളത് വരച്ച് ക്ലിയറാക്കിയാണ്. അത് വേറൊരാൾ ഇങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അഹിതത്തിക്ക് ഇൻകൊന്നുമില്ലാത്ത അത് ഏതിനാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നല്ല പ്രകൃതത്തോട് ചോദിക്കും. ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങൾ, രോഗങ്ങളുണ്ടെങ്കിൽ നല്ല ഡോക്ടറെ കണ്ടിട്ട് അഭിപ്രായം ചോദിക്കുക, ചികിത്സ തേടുക. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറിവ് എന്നുള്ളത്. അറിവ് എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ടേണിംഗ് പോയിന്റിലാണ്. SLC കഴിഞ്ഞു, ഇനി 3 ബാച്ചായിട്ട് തിരിയാണ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ഏത് തിരഞ്ഞെടുക്കണം? ഈ വഴിയിലൂടെ പോയാൽ എങ്ങോട്ട് എത്തുക? ഹ്യൂമാനിറ്റീസ് എടുത്താൽ എങ്ങോട്ട് എത്തുക? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താവുക? ആ റൂട്ടിനെ കുറിച്ച് പറഞ്ഞു തരാൻ അതിൽ കഴിവുള്ള ആളോട് ചോദിക്കുക. പിന്നെ ആ +2 കഴിഞ്ഞാൽ പിന്നുള്ള റൂട്ടുകൾ പല വഴിക്ക് തിരിയാണ്. അതിലൂടെ എവിടെ പോയാലാണ് എൻ്റെ അഭിരുചി, എൻ്റെ കഴിവ്, എൻ്റെ സാമ്പത്തികം അതനുസരിച്ച് എനിക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പൊ അതിന് ഏറ്റവും പ്രഗത്ഭനായ ഒരാളെയാണ്, തിരക്കുള്ള ഒരാളെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയമാണെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മാസമൊന്നും ഒന്നും പിടിക്കാനുള്ള ആശയിക്കുകയാണ്. പിന്നെ ഉടനെ ചെയ്യും. ബാക്കിയാണ് 3 കൊല്ലങ്ങളോളം എവിടെയെങ്കിലും എത്തിക്കാം, പലപ്പോഴും എത്തിക്കും. ഞാനതാ പറയുന്നത്, ഒരുപാട് വഴികൾ, ഒരുപാട് വാതിലുകൾ വിദ്യാഭ്യാസത്തിന്റെ, തൊഴിലിന്റെ മേഖലകളിലുണ്ട്. അതൊന്നും ഓരോന്നായിട്ട് തുറന്നാൽ നമുക്കും നമ്മുടെ അടുത്ത തലമുറക്കും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടും. വരും ഭാവിയിൽ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് മാന്യമായിട്ട് നാട്ടിൽ തന്നെ ജീവിക്കാൻ ഉള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ തട്ടിക്കളിക്കുന്നുണ്ട്, നമ്മുടെ മുന്നിലൂടെ ഉണ്ട്. നമ്മൾ ആരെയും അനുകരിച്ചുകൊണ്ട് പോകരുത്. സ്വയം കണ്ടെത്തിയിട്ട് നമ്മൾ അതിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു ഭാവി കെട്ടുപിടിക്കാൻ കഴിയും. ഏതായിരുന്നാലും മഹല്ല് കമ്മിറ്റികൾക്ക് മനോഹരമായ ഒരു ഉപഹാരം, സ്നേഹോപഹാരമാണ് ഇതിന്റെ പിന്നാലെ കൊടുക്കുന്നത്. മഹല്ല് കമ്മിറ്റിയിലൂടെ എത്തുന്നത് നമ്മുടെ മക്കളാണ്. ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ അനിയന്മാരാണ്. അവർ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് നല്ല മാർക്കോടുകൂടി വിജയിച്ചവരാണ്. അവരെ അഭിനന്ദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട മഹല്ല് കമ്മിറ്റി തന്നെയാണ്. മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്ന മഹല്ലിനോട് പൂർവ്വം നന്ദിയും സ്നേഹവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണേ.